നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽ കൗണ്ടിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ കറൻസി കൗണ്ടിങ് മെഷീനാണ്. ഗോബ്ലർ എന്ന ഒരു ബ്രാൻഡിൻ്റെ നോട്ട് എണ്ണുന്ന ഒരു മെഷീനാണിത്. ഇത് നമുക്ക് വീട്ടിലത്തെ ആവശ്യങ്ങൾക്കോ ഓഫീസിലോ മറ്റു ഷോപ്പുകളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണിത്. ഇതിനെ ബിൽ കൗണ്ടിങ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കറൻസി കൗണ്ടിങ് മെഷീൻ. ഇതിപ്പോൾ ബാങ്കിലോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമുക്ക് പേഴ്സണൽ യൂസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് കോസ്റ്റ്ലി അല്ല, എന്നതിൻ്റെ വർക്കിംഗ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണ്. ഇതിൻ്റെ സാധാരണ മെഷീനിന് പ്രത്യേകത എന്ന് പറഞ്ഞത് മിക്സഡ് വാല്യൂ എന്ന് പറയും. എല്ലാ ടൈപ്പ് നോട്ടും ഒരുമിച്ച് എണ്ണി നമുക്ക് തരും. അതിൽ കള്ളനോട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോട്ട് കീറിയതോ അങ്ങനെയുള്ള ഡാമേജ് ഉള്ള നോട്ടുകളാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് തരും. നമുക്ക് ധൈര്യമായിട്ട് വീടുകളിൽ പൈസ ഇടപാടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയോ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എണ്ണം തെറ്റാതെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് കിട്ടും. സാധാരണ നോർമൽ മെഷീനിലൊക്കെ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രമേ കാണിക്കുള്ളൂ. മറ്റേ നോട്ടുകൾ ഫേക്ക് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിക്സായിട്ട് എല്ലാ വാല്യൂ ഒരുമിച്ചിട്ട് എണ്ണാൻ പറ്റും. അതിൽ ഓരോന്ന് എത്ര വീതം ഉണ്ട്, ഓരോന്ന് 500 നോട്ട് എത്ര, 100 എത്രയുണ്ട്, 2000 ആണെങ്കിൽ 2000 എത്ര, 10 നോട്ട് എത്ര, ഇതൊക്കെ സെപ്പറേറ്റ് കാണിക്കും. ടോട്ടൽ വാല്യൂം ഒരുമിച്ച് കാണിക്കും. ഇതിലൊരു ക്യാരിയിങ് ഹാൻഡിൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ അങ്ങനെ ഹാൻഡിൽ പിടിച്ച് ക്യാരി ചെയ്യാം. ഇവിടെയാണ് നമ്മൾ പൈസ എണ്ണേണ്ട, ക്യാഷ് ഇവിടെയാണ് ഇടുന്നത്. ഇവിടെ കൗണ്ട് ചെയ്ത് ഇവിടെ വരും. നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. അതേപോലെ ഇതിന് മറ്റൊരു ഡിസ്പ്ലേയും കൂടി, സെക്കൻഡറി ഒരു ഡിസ്പ്ലേ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ ചെറിയൊരു മാനുവലും ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷുമാണ് ഇതിൻ്റെ കൂടെ അവർ തരുന്നത്. ചില ബ്രാൻഡുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ബെൽറ്റ് ഒക്കെ എക്സ്ട്രാ കൊടുക്കും. ഇതിൽ കൂടെ അതൊന്നും വരുന്നില്ല. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ കസ്റ്റമർ കെയർ ഒക്കെ വളരെ നല്ല രീതിയിൽ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ കൂടെ അതിൻ്റെ ആവശ്യം വരാറില്ല, ബെൽറ്റ് ഒന്നും അങ്ങനെ എപ്പോഴുും കംപ്ലൈൻറ്റ് വരുന്നതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അടുത്ത എപ്പോൾ ആവശ്യം വന്നാലും തരാം എന്നാണ് അവർ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവർ കസ്റ്റമർ കെയർ ഒക്കെ നല്ല രീതിയിൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ. ഇത് ഗോബ്ലർ 8888 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇത് വരുന്നത്, മിക്സ്ഡ് വാല്യൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ, സെക്കൻഡറി ഡിസ്പ്ലേ. ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഡിസ്പ്ലേയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ പവർ കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട് ഇതിന്. ഇവിടെ സെക്കൻഡറി ഡിസ്പ്ലേ നമ്മൾ ഇതിനകത്താണ് കണക്ട് ചെയ്യുക. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് നമ്മുടെ രണ്ടാമത്തെ ഡിസ്പ്ലേ ഇപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഓഫീസിലോ മറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോട്ടലായിട്ട് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഇട്ട് അതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ഇത് എത്ര എണ്ണം വേണം സോർട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ മൊത്തം ഒരു 500 ഒരു ബണ്ടിലാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു 10 30 എത്ര നമുക്ക് വേണ്ട അത്രയും സോർട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ടോട്ടൽ ഇത് പിന്നെ കറൻസികൾ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് ഒരു ബണ്ടിലിനകത്ത് സെപ്പറേറ്റ് ഇപ്പോൾ 100 ഒരു കെട്ടാണ്, അതിനകത്ത് ഒരു 50 500 വേറെ 10 ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ പല ഫംഗ്ഷനുകളും ഇതിന് വരുന്നുണ്ട്. ഇതിന് വില വരുന്നത് ഏകദേശം 10,000 രൂപയാണ് ഈ മെഷീനിന് വില വരുന്നത്. ഞാനിതിപ്പോൾ വാങ്ങിയിട്ട് 1 വർഷത്തോളമായി. റെഗുലർ യൂസ് ഇല്ലെങ്കിലും വളരെ യാതൊരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല. വല്ലപ്പോഴേ ഉപയോഗിക്കുന്നുള്ളൂ, എന്നാലും വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണ്. ഇതിപ്പോൾ ഷോപ്പ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അപ്പോൾ പൈസയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ആൾക്കാരിൽ നിന്ന് ക്യാഷ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാം. ഇനിയിപ്പോൾ കള്ളനോട്ടോ വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. പൈസ ആയിട്ട് വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൗണ്ട് ചെയ്യാനും നമുക്ക് വളരെ ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാനും പറ്റും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബാക്കിൽ ഓൺ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. പവർ ഓൺ പുറകിലാണ് വരുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെ ഓണായി വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ നോർമൽ ഇന്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഓരോ നോട്ടുകളും ഇതിലിപ്പോൾ ഇന്ത്യൻ നോട്ടുകൾ പറ്റും, കറൻസികൾ മാറ്റാം നമുക്ക്. ഇതിപ്പോൾ $, കൗണ്ട് ചെയ്യാം. അങ്ങനെ 2 ഇതാണ്. ഇതിപ്പോൾ യൂറോയും പറ്റുന്നുണ്ട്. അപ്പോൾ യൂറോയും പിന്നെ ഡോളറൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് വാല്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ റുപ്പീസ് മാത്രമാണ് മിക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ
നോട്ടുകൾ ഒരുമിച്ചിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ വാല്യൂ കാണണമെങ്കിൽ അത് ഇന്ത്യൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഡോളറും യൂറോയും ഇന്ത്യൻ കറൻസി ഇങ്ങനെ മൂന്നാണ് വരാം. അപ്പോൾ ഇന്ത്യൻ കറൻസിയിലാകുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഓരോ വാല്യൂകളും ഇപ്പോൾ 2000-ന്റെ എത്ര ഉണ്ട്, 1000-ന്റെ എത്ര, 500-ന്റെ, 200, 100, 50, 20, 10 ഇങ്ങനെ എല്ലാം ഇതും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പറും ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും, ടോട്ടൽ എമൗണ്ടും കാണിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിത് ഒന്ന് മെഷീനിലൊന്ന് എണ്ണി നോക്കാം. കുറച്ച് നോട്ട് മിക്സ് ചെയ്ത നോട്ടാണ്, എല്ലാ ടൈപ്പ് നോട്ടുകളും 100, 200, 500, 10, 20 എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര കൗണ്ട് ചെയ്തൊന്ന് നോക്കാം. ഇതിനകത്ത് വെറുതെ വെക്കേണ്ട ആവശ്യമുള്ളൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് ചെയ്യും. ഇതിൽ 38 നോട്ടുകളാണ് കാണിക്കുന്നത്, 3420 രൂപ. ഇതിലിപ്പോൾ 2000, 1000 ഇല്ല, ബാക്കി 500-ന്റെ 5 എണ്ണം, 200, 100 അങ്ങനെ എല്ലാ നോട്ടിൻ്റെ എണ്ണം കാണിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ടോട്ടൽ എണ്ണവും നമ്പർ കാണിക്കും, ടോട്ടൽ എമൗണ്ട് ഇത് ഇത്രയും കാണിക്കും. അപ്പോൾ ഈ നോട്ടിനെ നമുക്കിനി ഇതിപ്പോൾ ഓർഡറിൽ ഇടണമെന്നൊന്നുമില്ല, മിക്സ് ചെയ്ത് എങ്ങനെ ഇട്ടാലും ഇത് കൗണ്ട് ചെയ്യും. നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഓർഡറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പഴയ നോട്ടാണ് ഇതിൽ കാണിക്കുക, ഡിഫറെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട്. ഈ നോട്ടിന് 3410, അതിൽ കൂടെ ഇപ്പോൾ ഒരു നോട്ടും കൂടി, അതും കൂടി അത് സെപ്പറേറ്റ് ആണ് കാണിക്കുന്നത്, 10 രൂപ. അപ്പം ആ നോട്ട് ഇത്തിരി ചുളിവും കുറച്ച് ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് ചുളിച്ചിൽ വേണുണ്ട്. അപ്പം അങ്ങനെയുള്ളതും വ്യത്യാസമായിട്ട് കാണിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു കള്ളനോട്ട് ഇല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആ ചുളിയുള്ള നോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് കാണിക്കും നോക്കാം. ഇതിപ്പോൾ ആ പേപ്പർ അവിടെ വന്നപ്പോൾ സസ്പെഷ്യസ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറയുന്നുണ്ട്, UV-യിൽ ആ നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കൗണ്ടിങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ആ 10 രൂപ മാറ്റി വെച്ചിരിക്കണം. ബാക്കിയുള്ള എമൗണ്ട് ഒരു നോട്ട് കുറഞ്ഞിട്ടുണ്ട്, 37 നോട്ടും 1420 ഉണ്ടായിരുന്നു, 10 ആ ചുളിയുള്ള നോട്ട് മാറ്റിയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഇതിൻ്റെ മറ്റ് ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഇതിപ്പോൾ ബണ്ടിലിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ 10, 20 ഇതിപ്പോൾ ഒരു 100-ന്റെ ബണ്ടിലാണ്, നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്യാം. ഇത് വളരെ ഫാസ്റ്റായിട്ട് കൗണ്ട് ചെയ്യും, വളരെ സ്പീഡാണ്. ഇത് കറക്റ്റായിട്ട് 100 എണ്ണം തന്നെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു ഇത്രയും സ്പീഡിൽ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനകത്തൊരു ഇപ്പോൾ നമ്മൾ ആ പേപ്പറിൻ്റെ പീസ് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ വൈറ്റ് പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം, എത്ര സ്പീഡിൽ കൗണ്ട് ചെയ്യുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതിപ്പോൾ ആ നോട്ട് വന്നപ്പോൾ ഇതാ പേപ്പർ ഇവിടെ എത്തിയപ്പോൾ സസ്പീഷ്യസ് നോട്ട് ഡിറ്റക്റ്റഡ്. അപ്പോൾ അതെടുത്തു നമ്മൾ സ്റ്റാർട്ട് അമർത്തിയാൽ ഇത് കറക്റ്റായിട്ട് തന്നെ 100 എണ്ണം തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും സെക്കൻഡ് ഡിസ്പ്ലേയിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ കള്ളനോട്ട് ഇല്ല നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് മറ്റ് ഇതിൽ ഓപ്ഷനുകൾ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യണം, കുറച്ച് നോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ആഡ് ബട്ടൺ അമർത്തിയാൽ മതി. ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യണം, പല പ്രാവശ്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കൗണ്ട് ചെയ്യണം. ഇങ്ങനെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ കൂടി വെച്ച് കൊടുത്താൽ നോർമൽ കേസിലാണെങ്കിൽ അത് 0 തൊട്ട് വീണ്ടും കാണിക്കുകയാണ് ചെയ്യുക. ഇതിലിപ്പോൾ അങ്ങനെയല്ല, അത് എക്സ്ട്രാ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന നോട്ടുകളൊക്കെ ഇതിൽ ടോട്ടൽ ആഡ് ചെയ്ത് ചുളിഞ്ഞിരിക്കാൻ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് ഇതിനെ സോർട്ട് ചെയ്യാന്ന് പറയും. നമുക്ക് എത്ര എമൗണ്ട് നോട്ടാണ് നമുക്ക് സോർട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മറ്റൊരു നോട്ട് വന്നു, ഇതിപ്പോൾ 500-ന്റെ നോട്ടിൻ്റെ കൂടെ ഇപ്പോൾ 2 50-ന്റെ നോട്ട് നമ്മളിതിന് അകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പല മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ആദ്യം വെക്കുന്ന നോട്ട് ഏതാ അതിനനുസരിച്ചാണ് എല്ലാം വരിക. അപ്പം അതിനകത്ത് മറ്റു വാല്യൂ വരുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യും. ഇതിപ്പോൾ വേറെ നോട്ട് 50-ന്റെ വന്നപ്പോൾ അത് നിന്നു, ഡിഫറെൻറ്റ് നോട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് സോർട്ട് ചെയ്ത് മാറ്റാനായിട്ടാണ്. വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാം. ഇതിപ്പോൾ വീണ്ടും നിന്നു, ഇവിടെ വീണ്ടും ഒരു 50-ന്റെ നോട്ട് വന്നു. ഇത് കള്ളനോട്ടായിട്ടല്ല, നമ്മൾ 500-ആണ്
കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് വയ്ക്കുന്ന നോട്ട് ഏതോ അതാണ് കൗണ്ട് ചെയ്യുക. അതിൽ അല്ലാത്തതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കിട്ടും. അപ്പോഴും വീണ്ടും വാല്യൂ അതെല്ലാം മാറ്റിയാലും എമൗണ്ടൊക്കെ കറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്കിത് ബാച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതിപ്പോൾ 100 ബണ്ടിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു 20 എണ്ണോ 30 എണ്ണോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാച്ച് ബട്ടൺ അമർത്തിയാൽ മതി. ഇതിപ്പോൾ 100 ബാച്ചാണ് ഇതിൽ കിടക്കുന്നത്. നോർമൽ വരുമ്പോൾ 100 അപ്പോൾ നമുക്ക് അതൊരു 25 ബാച്ച് ആക്കണം. നമുക്ക് ഇതിൽ നിന്നൊരു 25 നോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ 25 അമർത്തി. ഇപ്പോൾ ബാച്ച് 25 ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ ഇതിപ്പോൾ 25 അപ്പോൾ ആ 25 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 25 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ബാച്ച് ആക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും വയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ളത്. കണ്ടില്ലേ, എല്ലാം 25 ബാച്ചുകളായിട്ട് നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള എമൗണ്ട് ബാച്ച് ചെയ്യാൻ പറ്റും. ഇതിന് മറ്റൊരു ഫീച്ചർ ഉള്ളത് വോയിസ് അസിസ്റ്റൻ്റ് ആണ്. നമ്മൾ ഈ എമൗണ്ട് എത്രയാണെന്നതിൽ വോയിസിൽ പറയും. അപ്പോൾ അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഈ ബട്ടൺ അതിൻ്റെ ഇപ്പോൾ ഓൺ ചെയ്തിരിക്കുമ്പോൾ ഈ സ്പീക്കറിൻ്റെ ഇവിടെ ഒരു സിമ്പിൾ കാണാം. അത് നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ അത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇപ്പോൾ വോയിസ് ക്ലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വോയിസ് പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുക. അപ്പോൾ അതുപോലെ വോയിസ് ഓപ്പണായി. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് അപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അത് ആ സെറ്റിങ്ങിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ നോർമൽ മോഡാണ്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഇത് എമൗണ്ട്, ടോട്ടൽ വാല്യൂ, ടോട്ടൽ നമ്പറും ഇതിൽ വോയിസിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ. ഇതിപ്പോൾ എത്ര രൂപയാണ് അതിൽ അപ്പോൾ വോയിസിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ വോയിസ് നിൽക്കും. റീസ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ, അല്ലാതെ വെറുതെ ഇത് പ്രസ് ചെയ്താൽ മാത്രം നിൽക്കില്ല. ഇനി നമ്മൾ ഇടുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വോയിസ് പറയുന്നില്ല, ആ വോയിസ് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ മറ്റൊരു ഫീച്ചറും കൂടിയാണ്. ഇത്രയും ഫീച്ചറുകൾ ഉള്ള നല്ലൊരു മോഡലാണ് ഈ മെഷീൻ. ഇങ്ങനെ പലവിധ ഫംഗ്ഷനുകൾക്കും പറ്റുന്ന വളരെ നല്ലൊരു മെഷീനാണ് ഇത്. ഗോബ്ലർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇവരുടെയും പല മോഡലുകളുണ്ട്. ഇതിപ്പോൾ മിക്സ് വാല്യൂ ആണ്. ഇത് ഓരോരുത്തര് കൂടിയ മോഡലാണ് ഇത് വരുന്നത്. പിന്നെ മിക്സ് വാല്യൂ ഇല്ലാത്ത മോഡലുണ്ട്. അതാകുമ്പോൾ 5000, 4000, 5000 ആ റേഞ്ച് വരുന്നുള്ളൂ. ഇതിന് പല സൈറ്റിലും പല വില വരുന്നുണ്ട്. ഞാൻ ഒരു വർഷം മുന്നേ എടുത്താണ്. അപ്പോൾ 9600 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ഒരു 10000 മുകളിൽ 10-12,000 രൂപ വില പല സൈറ്റിലും പല വിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.